ഞാൻ TKDM GVHSൽ പഠിക്കുന്നു. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന ബുക്ക് സ്നേഹത്തിൻ്റെ വ്യാകരണം, N. മോഹൻ എഴുതാണ് ഈ ബുക്ക്. ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം വിഷു ഒരു ഓർമ്മക്കുറിപ്പ് എന്നതാണ്. ഇതിലെ പ്രധാന കഥാപാത്രം കഥാകൃത്തും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും അമ്മയും ഭാര്യയും ഒക്കെയാണ്. അദ്ദേഹം ഭാര്യയുമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ നടക്കുന്ന സംഭവങ്ങളും അപ്പോൾ അദ്ദേഹം ഓർക്കുന്ന വിഷുക്കാല ഓർമ്മകളുമാണ് ഇതിലൂടെ അദ്ദേഹം പറയുന്നത്. കുഞ്ഞിനെന്തിനാ വെള്ളി രൂപ? രൂപയുടെ ആവശ്യം എന്തെന്ന് എനിക്കറിയുമായിരുന്നില്ല. വല്യമ്മാവിൻ്റെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു, സൂക്ഷിച്ചു വയ്ക്കാൻ. ലക്ഷ്മിയമ്മ പറഞ്ഞു, വെറുതെ വെച്ചിട്ടെന്താ, പൂത്ത് ചീത്തയായി പോകും. ലക്ഷ്മിയമ്മയ്ക്ക് തന്നാൽ ഒരു മാസത്തേക്ക് പുകയില വാങ്ങിക്കാൻ കാശായി. ലക്ഷ്മിയമ്മ ഭയങ്കര മുറുക്കക്കാരിയായിരുന്നു. നാക്കിനും ചുണ്ടുകൾക്കും പല്ലുകൾക്കുമെല്ലാം മുറുക്കാൻ്റെ കറുത്ത ചുവപ്പായിരുന്നു. വെറ്റിലയും പാക്കും വീട്ടുവളപ്പിൽ കൃഷിയുണ്ട്. ഒരു തരകത്തിൽ എന്തോ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് ചുണ്ണാമ്പുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വരാത്ത ദിവസങ്ങളിൽ തലയിൽ വാഴക്കുലയോ കുമ്പളങ്ങയോ അങ്ങനെ എന്തെങ്കിലും ചുമന്നുകൊണ്ട് വീടിൻ്റെ മുൻവശത്തെ തോടിൻ്റെ കരയിലൂടെ മരങ്ങാട്ടുകാരുടെ വീടും കടന്ന് കുന്നുകയറി അന്ന് വളരെ അകലെ എന്ന് തോന്നിച്ചിരുന്ന പുനലൂർ പട്ടണത്തിലേക്ക് അവർ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇക്കിരാൻ നല്ലതുപോലെ പാടും, മുളങ്കുഴലൂതും, ധാരാളം കഥകളും പറയും. ഭൂതങ്ങളെയും പ്രേതങ്ങളെയും ഒക്കെ നേരിൽ കണ്ടിട്ടുള്ള ആളാണ് ഇക്കിരാൻ. ലക്ഷ്മിയമ്മയ്ക്കെന്തോ ഇക്കിരാനെ ഇഷ്ടമായിരുന്നില്ല. കണ്ടാൽ ഉടനെ പറയും, ഈ കുറവക്കിടാത്തൻ ഈ നല്ലൊരമ്പാട്ടി കുഞ്ഞിനെ ചീത്തയാക്കും. പോടാപ്പോ. ഇക്കിരാൻ ഒന്നും മിണ്ടാതെ ഓടിപ്പോകും.